CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജമാഅത്തെ ഇസ്ലാമി കൊടും വിഷമാണെന്നും സംഘടനയുമായുള്ള UDF ബന്ധത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ചില സാഹിത്യകാരന്മാരാണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. മുൻപ് UDF അധികാരത്തിലിരുന്ന കാലം മലപ്പുറം ജില്ലയുടെ സുവർണകാലമായിരുന്നെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അപമാനിച്ച മുസ്ലിം ലീഗിന്റെ പഴയകാല നടപടികളെ വിമർശിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം. മണ്ണാർക്കാടിന്റെ തെരുവുകളിലേക്ക് അശ്ലീലകരമായ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവന്നത് ലീഗാണെന്ന് ശ്രീരാജ് പറഞ്ഞു. കടമ്പഴിപ്പുറം പുലാപ്പറ്റ ചെറുനാലിശ്ശേരിക്കാവിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം അപഹരിച്ച കേസിലെ പ്രതിയെ കോങ്ങാട് പോലീസ് പിടികൂടി. ചെർപ്പളശ്ശേരി കൈലിയാട് സ്വദേശിയായ മണികണ്ഠനാണ് പിടിയിലായത്. UDF അധികാരത്തിൽ വന്നാൽ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. മുൻപ് UDF അധികാരത്തിലിരുന്ന കാലം മലപ്പുറം ജില്ലയുടെ സുവർണകാലമായിരുന്നെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ നമ്മളുടെ ബൈപ്പാസ് എന്ന സ്വപ്നം സാധ്യമാണ്. അത് കൊണ്ടുവരും, അത് ഞങ്ങൾ ഇവിടെ നടപ്പാക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ഞങ്ങൾ മുനിസിപ്പാലിറ്റിയും എല്ലാം ഞങ്ങൾ ഒരുമിച്ചല്ലേ ഞങ്ങൾ ഈ ജനറൽ ഹോസ്പിറ്റലിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ജില്ലാ ജനറൽ ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ മാറി. ഈ ജില്ലാശുപത്രി കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റലാക്കി ഞങ്ങൾ മാറി. അത് രണ്ടും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. പിന്നെ UDF ഏത് കാലത്ത് അധികാരത്തിൽ വന്നപ്പോഴും നിങ്ങൾ നോക്കണം, മലപ്പുറം ജില്ലയിലും മലബാറിലും ഏറ്റവും വികസനം നടന്ന കാലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന കാലമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുകയാത്രയ്ക്ക് 13-ന് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. വരുന്ന 13-ാം തീയതി പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര പെരിന്തൽമണ്ണയിൽ എത്തിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്കാണ് വളരെ വിപുലമായിട്ടുള്ള ടൗൺ സ്ക്വയറിലെ സ്വീകരണ പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ 6-ാം തീയതി പ്രതിപക്ഷ നേതാവിൻ്റെ ഉപനേതാവിൻ്റെയും അതുപോലെ UDFന്റെ നേതാക്കളുടെയും നേതൃത്വത്തിൽ വലിയ ആൾക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കുമ്പളയിൽ വെച്ച് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ശക്തമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ വാക്കുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ എത്തുമ്പോൾ അതിനൊരു വലിയ സ്വീകരണം ഏർപ്പെടുത്തണമെന്നതാണ് UDFന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മറ്റ് UDF നേതാക്കളും പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ജമാഅത്തെ ഇസ്ലാമി കൊടും വിഷമാണെന്നും സംഘടനയുമായുള്ള UDF ബന്ധത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ചില സാഹിത്യകാരന്മാരാണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രചരണമാണ്. ഞങ്ങൾ RSSനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ടാണെന്ന് RSS പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഷം കൊടും വിഷമാണ്. RSS പോലെ തന്നെ ഇനിയിപ്പം കൊടും വിഷം എന്ന് ഞങ്ങളെ പറ്റി പറഞ്ഞു, മറ്റേ RSSനെ പറ്റി കൊടും വിഷം എന്ന് പറയാതിരുന്നത് ചോദിക്കേണ്ടായിട്ടാണ് ഞാൻ കൊടും വിഷം എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ വിഷമാണെങ്കിൽ അതാണ് RSSും BJP സംഘപരിപാടി. ഞാൻ പറയാം, അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി. നല്ല വിഷമാണ്. അതായത് തെളിനീര് ഒഴുകുന്ന ഈ കേരളത്തിൻ്റെ മേലെ കൊടും വിഷം കുത്തിവെക്കുന്ന വർഗീയ ശക്തികളാണ് RSSും ജമാഅത്തെ ഇസ്ലാമും ഉൾപ്പെടെ. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് RSS തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല.
പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അതിലൊപ്പം ചേരുകയാണ്. അവരുടെ വാദം വിശ്വാസികൾക്ക് വേണ്ടിയൊന്നുമല്ല, അവരുടെ വാദം ഭരണാധികാരത്തിന് വേണ്ടിയാണ്, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഇസ്ലാം രാഷ്ട്രം വേണമെന്നാണ് അവരുടെ മുദ്രാവാക്യം. അപ്പോൾ അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൃത്യത വരുത്താതിരിക്കെ കേരളത്തിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി മുന്നേറിയ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആർക്കാ തർക്കമുണ്ടാകുക? അതില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമികൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് പ്രചരണം എന്ന് പറയുന്നത്. ശുദ്ധ കളവ്. ആ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മീഡിയ വണ്ണിന്റെ പ്രവർത്തകരോട് ആളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ പണി പുറത്ത് നിർത്തുകയല്ലേ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. കൊടിമരം മാറ്റുന്നതിനായി ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എവിടെ പോയെന്ന് കോൺഗ്രസ് നേതൃത്വം വെളിപ്പെടുത്തണം. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും അത് നീക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്വർണവും പിരിച്ചിട്ടുണ്ട്. ആ സ്വർണം എവിടെയാണ് പോയത്? ഏതാണ്ട് 10 കിലോ ആണ്. ചെറിയ സ്വർണ്ണമൊന്നുമില്ല, 10 കിലോ സ്വർണം. അതിലധികം പിരിച്ചിട്ടുണ്ട്. ഇപ്പൊ പിരിച്ചതിൻ്റെ അത് 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ കാണാനില്ല എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ പറയും. അപ്പൊ ഇതെല്ലാം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് പ്രിയ ഗോപാലകൃഷ്ണനാണ്, പിന്നെ കോൺഗ്രസിന്റെ ഗവൺമെന്റുമാണ്. ഇപ്പോഴ് SITയെ സംബന്ധിച്ചും ഹൈക്കോടതിയെ സംബന്ധിച്ചും എല്ലാം വിമർശനപരമായ കാര്യങ്ങളാണ് വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശനും ഉണ്ടാക്കില്ല. VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അക്കാര്യം കോൺഗ്രസിനോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇടതുപക്ഷത്തിന്റെ ഉറച്ചകോട്ടയായ മലമ്പുഴയിൽ ഒരു വിള്ളലും ഉണ്ടാക്കാൻ സുരേഷിന് കഴിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ചില സാഹിത്യകാരന്മാരാണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്നും ഇത്തരക്കാരുടെ നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CCN മലപ്പുറം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അപമാനിച്ച മുസ്ലിം ലീഗിന്റെ പഴയകാല നടപടികളെ വിമർശിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം. മണ്ണാർക്കാടിന്റെ തെരുവുകളിലേക്ക് അശ്ലീലകരമായ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവന്നത് ലീഗാണെന്ന് ശ്രീരാജ് പറഞ്ഞു. ഈ മണ്ണാർക്കാടിന് പരിചയമില്ലാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവന്നത്. മറക്കാൻ കഴിയില്ല. ആരൊക്കെ മറന്നാലും, എത്രയൊക്കെ നിങ്ങൾ നല്ല വെള്ളക്കുപ്പായം ഇട്ട് വന്നാലും നിങ്ങൾ ഈ മണ്ണാർക്കാടിന്റെ മണ്ണിൽ വിഭജനത്തിന്റെ മുറിവുണ്ടാക്കിയത് മറക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഓർമ്മയില്ലേ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഈ മണ്ണാർക്കാട്ടങ്ങാടിയിലൂടെ ഈ കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഈ മലയാളക്കരയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം മതവിശ്വാസികളും ആത്മീയ നേതാവായി കരുതുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖല, ഈ കേരളത്തിന്റെ ആത്മീയ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിയ മാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ജനാസ കെട്ടിയുണ്ടാക്കി അതിൽ ചെരുപ്പുമാലയിട്ട് ഈ മണ്ണാർക്കാടിന്റെ തെരുവുകളിലൂടെ നിങ്ങൾ ആഭാസകരമായ ലീഗുകാരന്റെ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടുകൂടി ഒരു വയോധികരായ ആത്മീയ നേതാവായ ഈ കേരളം അംഗീകരിക്കുന്ന ഒരു മനുഷ്യന്റെ ജനാസ കെട്ടിയുണ്ടാക്കി കൊണ്ടുപോയ സംസ്കാരം ഈ മണ്ണാർക്കാടിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മദ്രസ അടച്ചുപൂട്ടിയിട്ടുണ്ടോ? ഈ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു പള്ളി തർക്കമുണ്ടായിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ MLA ആയി വന്ന കാലത്ത് UDF ഭരിക്കുമ്പോ എത്ര പള്ളികളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായത്, മദ്രസകൾ അടച്ചുപൂട്ടിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എണ്ണി പറയാൻ കഴിയും. UDFന്റെ കാലത്ത് ഈ കേരളത്തിൽ അടച്ചുപൂട്ടിയ മദ്രസകൾ, പള്ളികൾ തർക്കം മൂലം പൂട്ടിയിട്ട സാഹചര്യമുണ്ടായി. ഇപ്പോ 10 കൊല്ലക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു പള്ളി, ഏതെങ്കിലും ഒരു മദ്രസ അരമണിക്കൂർ നേരത്തേക്കെങ്കിലും താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ? ആ ഞങ്ങളെയാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങളാണ് വലിയ ഇസ്ലാമോഫോബിയ പരത്തുന്നവർ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നന്നായി വാരിപ്പുണരുന്നത് ഈ നാട് കാണുന്നുണ്ട്. മതരാഷ്ട്രവാദം
ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ആരാ പറയുന്നത്? സാക്ഷാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ പറയുമ്പോ വി ഡി സതീശൻ പറയാം അതുപോലെ മാറ്റി. ഇയാൾ ആര്? വി ഡി സതീശൻ ആര്? ഇറാ സെന്ററിൽ ഇരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറോ? അങ്ങനെയാണെങ്കിൽ അത് പറ. ഈ രാജ്യത്ത് 940 മുതൽ 973 വരെ നീണ്ട 33 കൊല്ലക്കാലം RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘ് ചാലക പദവിയിലിരുന്ന് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിഭജനത്തിന്റെ മുറിവുണ്ടാക്കിയ, മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച, ഏറ്റവും കൂടുതൽ വർഗീയത ഈ നാട്ടിൽ പരത്തിയ ഗുരുജി എന്ന് സംഘപരിവാർ വിളിക്കുന്ന മാധവ സദാശിവ ഗോൾവാക്കറിന്റെ ജന്മശതാബ്ദിക്ക് അയാളുടെ ഛായാചിത്രത്തിന് മുമ്പ് നിലവിളക്ക് കൊളുത്ത് അവിടെ കുനിഞ്ഞു നിന്നവന്റെ പേരാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശനാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. CCN മണ്ണാർക്കാട്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച മുണ്ടൂർ തൂത സംസ്ഥാന പാത ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പാതയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷനിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 364 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത്. മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ എന്നീ 4 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പാതയ്ക്ക് 36.8 കിലോമീറ്റർ നീളമാണുള്ളത്. ഉദ്ഘാടന പരിപാടിയുടെ നടത്തിപ്പിനായി കടമ്പഴിപ്പുറത്ത് ചേർന്ന സംഘാടക സമിതി യോഗം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റ് മണ്ഡലങ്ങളിലെ MLA-മാർ ഇന്ന് സംഘാടക സമിതി യോഗത്തിന് വരുന്നതിന് പ്രയാസം അറിയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം കവർ ചെയ്യുന്ന മണ്ഡലം ഷൊർണൂർ മണ്ഡലമാണ്. ഏറ്റവും കുറവ് കവർ ചെയ്ത മണ്ഡലം മലമ്പുഴ മണ്ഡലമാണ്. 6 പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയാണ് ഈ റോഡ് പോകുന്ന പ്രദേശത്ത് കൂടിയുള്ളത്. മുണ്ടൂർ പഞ്ചായത്ത്, കോങ്ങാട് പഞ്ചായത്ത്, കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, പൂക്കോട്ടുകാവ് പഞ്ചായത്തുകൾ, തുടർന്ന് അങ്ങോട്ട് വെള്ളിനേഴി, തൃക്കടിയിരി പഞ്ചായത്ത് പ്ലസ് ചെർപ്പുളശ്ശേരി നഗരസഭ, അങ്ങനെ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന പ്രദേശത്ത് കടന്നു പോകുന്ന റോഡ് അതിന്റെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 11-ാം തീയതി വൈകിട്ട് കൃത്യം 5 മണിക്ക് കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയാണ്. ഈ റോഡ് പോകുന്ന പ്രദേശത്തെ എല്ലാ MLA-മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. മുഴുവൻ ജനപ്രതിനിധികളെയും, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലുള്ള ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെയും എല്ലാം ഈ പ്രോഗ്രാമിലേക്ക് പരിമിതമായ സമയമേ ഉണ്ടായിട്ടുള്ളെങ്കിലും ക്ഷണിക്കുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ നല്ല പിന്തുണയും സഹകരണവും പൊതുവിൽ ഈ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കുന്നതിന് ഉണ്ടാകണം എന്നീ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അശോക് കുമാർ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, ചെറുപ്പുളശ്ശേരി നഗരസഭാ അധ്യക്ഷ ജംസിയ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ AK ഷീലാദേവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻകുട്ടി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ M സുബ്രഹ്മണ്യൻ, K രമണി, K ശ്രീലത തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. K പ്രേംകുമാർ MLA ചെയർമാനായും MK ബീന കൺവീനറായും തിരഞ്ഞെടുക്കപ്പെട്ട സംഘാടക സമിതിയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം പുലാപ്പറ്റ ചെറുനാലിശ്ശേരിക്കാവിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം അപഹരിച്ച കേസിലെ പ്രതിയെ കോങ്ങാട് പോലീസ് പിടികൂടി. ചെർപ്പളശ്ശേരി കൈലിയാട് സ്വദേശിയായ മണികണ്ഠനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ തകർത്ത് പ്രതി അതിലുണ്ടായിരുന്ന പണം കവരുകയായിരുന്നു. കവർച്ചയുടെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. CCN കോങ്ങാട്. കുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘത്തെ പോലീസ് പിടികൂടി. നാട്ടുകൽ പുല്ലരിക്കോട് ഞായറാഴ്ച നടന്ന 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിനിടെയാണ് സംഭവങ്ങളുടെ തുടക്കം. മത്സരത്തിനിടെ കുട്ടികൾ തമ്മിലുണ്ടായ ചെറിയ തർക്കം മുതിർന്നവർ ഏറ്റെടുക്കുകയായിരുന്നു. പ്രശ്നമറിഞ്ഞെത്തിയ ഒരു സംഘം ആളുകൾ വടിവാൾ വീശി മൈതാനത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചെങ്കിലും സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. 55-ാം മൈലിലെ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെ കാറിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘത്തെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. CCN ചത്തല്ലൂർ.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നിലപാടുകൾക്കെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളികൾ 12-ന് നടത്തുന്ന പൊതുപണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് FITU ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ലേബർ കോഡുകൾ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൂചന പണിമുടക്കാണെന്നും ഇതിനുശേഷം വേണ്ടി വന്നാൽ തുടർച്ചയായി പണിമുടക്കുമെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രതികൂലമായ അല്ലെങ്കിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ 29 തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് 4 ലേബർ കോഡാക്കി. ഈ ലേബർ കോഡുകളെ കുറിച്ച് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത്. അതേസമയം നമുക്കറിയാവുന്നതുപോലെ ഇത് തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടാത്ത വിധമാണ് ഈ കോഡുകൾ ഒക്കെയും വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു നോക്കുകയാണ്, ഇപ്പോ ലേബർ കോഡ് പ്രകാരം ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു തൊഴിലിടത്തിൽ സംഘടിക്കണമെന്നുണ്ടെങ്കിൽ 51% അതേ തൊഴിലിടത്തിൽ നിന്നുള്ള തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് സംഘടിക്കാൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ യൂണിയൻ പ്രവർത്തനം തന്നെയും നിർത്താവുന്ന രൂപത്തിലാണ് ഈ നിയമം രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിലക്കയറ്റം തടയുക, പൗരത്വ ഭേദഗതി നിയമം, NRC എന്നിവ ഉപേക്ഷിക്കുക, തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, പൊതുമേഖലകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ഭേദഗതികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തസ്ലീം അമ്മാട്, ഖാദർ അങ്ങാടിപ്പുറം, NK അബ്ദുൾ റഷീദ്, സൈദാലി വലമ്പൂർ, ഫസൽ തിരൂർക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ മാഞ്ചേരിക്കാവിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം നടന്നത്. കോങ്ങാട് ചെറായ പുത്തിരിക്കുന്ന് വീട്ടിൽ അയ്യപ്പന്റെ മകൻ സുജിത്, രാജന്റെ മകൻ ഉകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. CCN ചെത്തല്ലൂർ. നാഷണൽ ആയുഷ് മിഷൻ കേരളം, ആയുഷ് വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ISM ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോയ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസിന്റെ തുടർച്ചയായാണ് ക്യാമ്പയിൻ. ആരോഗ്യ വകുപ്പിന്റെയും ആയുഷ് വകുപ്പിന്റെയും സേവന ലഭ്യതയെക്കുറിച്ചുള്ള പൊതുജന അവബോധം, ഗുണനിലവാര മെച്ചപ്പെടുത്തലുകളും ആരോഗ്യവകുപ്പ് നേടിയെടുത്ത സിസ്റ്റം പരിവർത്തനത്തിന്റെ സ്വീകാര്യതയ്ക്കായിട്ട് പൊതുജന സമ്പർക്കം, ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലും ജില്ലാ തലത്തിലും കേരള സർക്കാർ ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം എന്നിവ ചേർന്ന് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ആരോഗ്യ വകുപ്പിന്റെയും ആയുഷ് വകുപ്പിന്റെയും സേവനങ്ങളെക്കുറിച്ചും മറ്റും പൊതുജനാവബോധം നൽകുകയാണ് ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണം, പ്രായത്തിനനുസരിച്ചുള്ള വ്യായാമം, കൃത്യമായ ഉറക്കം, കൃത്യ ഇടവേളകളിലെ ആരോഗ്യ പരിശോധന എന്നിവയെ മുൻനിർത്തിയാണ് ക്യാമ്പ്. ജില്ലാതല പരിപാടിയുടെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ 7-ന് കോട്ടക്കുന്ന് മൈതാനത്തും 9 മണി മുതൽ 5:30 വരെ സിവിൽ സ്റ്റേഷനിലും യോഗ പ്രദർശനം നടക്കും. വൈകിട്ട് 3-ന് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയാവും. പരിപാടിയുടെ ഭാഗമായി ഹെൽത്തി എക്സ്പോ, ഫുഡ് എക്സ്പോ എന്നിവയും നടക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഹെൽത്ത് ചെക്കപ്പും ഹെൽത്ത് കാർഡും നൽകും. ആരോഗ്യ റാലിയും സംഘടിപ്പിക്കും. തുടർ ദിവസങ്ങളിൽ 16 നിയോജക മണ്ഡലങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ സിമി മുരളി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഇൻചാർജ് ഡോക്ടർ M മുബഷിറ, ഡോക്ടർ E തൂലിക എന്നിവരും സംസാരിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജമാഅത്തെ ഇസ്ലാമി കൊടും വിഷമാണെന്നും സംഘടനയുമായുള്ള UDF ബന്ധത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ചില സാഹിത്യകാരന്മാരാണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. മുൻപ് UDF അധികാരത്തിലിരുന്ന കാലം മലപ്പുറം ജില്ലയുടെ സുവർണകാലമായിരുന്നെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അപമാനിച്ച മുസ്ലിം ലീഗിന്റെ പഴയകാല നടപടികളെ വിമർശിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം. മണ്ണാർക്കാടിന്റെ തെരുവുകളിലേക്ക് അശ്ലീലകരമായ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവന്നത് ലീഗാണെന്ന് ശ്രീരാജ് പറഞ്ഞു. കടമ്പഴിപ്പുറം പുലാപ്പറ്റ ചെറുനാലിശ്ശേരിക്കാവിൽ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം അപഹരിച്ച കേസിലെ പ്രതിയെ കോങ്ങാട് പോലീസ് പിടികൂടി. ചെർപ്പളശ്ശേരി കൈലിയാട് സ്വദേശിയായ മണികണ്ഠനാണ് പിടിയിലായത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.